ഹായ് ഗൈസ്, സ്റ്റാറ്റിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഉള്ളത് Mi Band 6 ആണ്. അപ്പോൾ ഇത് Mi Band സീരീസിലെ ഏറ്റവും പുതിയ മോഡലാണ് Mi Band 6. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഫ്രണ്ടിൽ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതാണ് ഇതിൻ്റെ ബോക്സ്, ബ്ലാക്ക് കളർ ബോക്സാണ്. ഇവിടെ 6 എന്ന് എഴുതിയിട്ടുണ്ട്. മുകളിൽ ഷാമയുടെ ലോഗോ ഉണ്ട്, താഴെ Mi Band 6 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ഇതിൻ്റെ കണ്ടൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് ഇവിടെ കൊടുത്തേക്കുന്നത് 3999 ആണ്. പക്ഷേ ഇത് ഞാൻ മേടിച്ചത് 3300 രൂപയ്ക്കാണ്. ഇപ്പോൾ ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ് വരുന്നത് 3500 ആണ്. അപ്പോൾ ആദ്യമായിട്ട് ഇറങ്ങിയപ്പോൾ 200 രൂപ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ മേടിച്ചു. സൈഡിൽ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനകത്ത് ഉള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ Mi Band വരുന്നുണ്ട്. ഇതിനകത്ത് വേറെ എക്സ്ട്രാ കുറച്ച് ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ചാർജിങ് കേബിളും വരുന്നുണ്ട്. അപ്പോൾ ഈ ചാർജിങ് കേബിള് മാഗ്നറ്റിക് ടൈപ്പാണ്. വാച്ച് നമ്മുടെ സ്ട്രാപ്പിൽ നിന്ന് വരേണ്ട ആവശ്യമില്ല, സ്ട്രാപ്പിൽ വെച്ച് തന്നെ നമുക്ക് ചാർജിങ്. ഇങ്ങനത്തെ ടൈപ്പാണ് ചാർജർ വരുന്നത്. ചാർജർ കണക്ട് ചെയ്യാൻ നമ്മുടെ ചാർജിങ് കേബിൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ചുമ്മാ വെച്ചാൽ മതി. നമ്മുടെ ബാൻഡ് ഈ സ്ട്രാപ്പിൽ നിന്ന് വരേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചുമ്മാ നമുക്ക് കണക്ട് ചെയ്ത് വയ്ക്കാം. ഇതിൻ്റെ വെയിറ്റ് ഏകദേശം 18 ഗ്രാമാണ്. അപ്പോൾ ഞാൻ എന്തായാലും കണക്ട് ചെയ്ത് ഓണാക്കിയിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ Mi Band ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ചാർജ് ആവുന്ന സമയത്ത് ഇതിൻ്റെ ഡിസ്പ്ലേ ഇങ്ങനെ ആയിരിക്കും, ഒരു ഹൊറിസോണ്ടൽ ഡിസ്പ്ലേ ആയിരിക്കും ചാർജ് ആവുന്ന സമയത്ത്. ഇപ്പോൾ ചാർജ് 0% ഉള്ളൂ. നമുക്ക് എന്തായാലും കുറച്ച് ചാർജ് കയറിയിട്ട് ബാക്കി ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ Mi Band ഏകദേശം ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആദ്യം എഴുതി കാണിക്കുന്നത് പെയർ ഫസ്റ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് ഈ Mi Band നമ്മുടെ ഫോണായിട്ട് പെയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് Mi Fit എന്ന് പറഞ്ഞൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ Mi Fit നമ്മുടെ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഒന്നുമില്ലെങ്കിൽ Mi Fit യൂസ് ചെയ്യാം, അല്ലെങ്കിൽ MIയുടെ തന്നെ വേറെ Xiaomi Wear എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ Mi Fit ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. പ്ലേ സ്റ്റോറിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഡയറക്റ്റായിട്ട്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്യാം. ലോഗിനെ കഴിയുമ്പോൾ നമുക്ക് ഇതിന് ആവശ്യമുള്ള പെർമിഷൻസ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിൽ പ്ലസ് ബട്ടൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബാൻഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ താഴെ എഗ്രി ഓർ ഡിക്ലൈൻ ചോദിച്ചിട്ടുണ്ടാവും, അവിടെ എഗ്രി കൊടുക്കുക. എന്നിട്ട് ഇത് പറഞ്ഞേക്കുന്നത് ഗോട്ടിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ബാൻഡായിട്ട് പെയർ ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ ലൊക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബ്ലൂടൂത്ത് ഓൺ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫോൺ നമ്മുടെ ബാൻഡിന് വേണ്ടി സെർച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മുടെ ഫോണിൻ്റെ അടുത്ത് വയ്ക്കുക. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ബാൻഡിൽ പെയർ വിത്ത് ഫോൺ കൺഫേം ചെയ്യാൻ പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമ്മൾ ടിക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മുടെ ഫോണായിട്ട് പെയർ ആയിട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ നമ്മുടെ ബാൻഡിൻ്റെ ഫേസ് ഇങ്ങനെ മാറും. ഇപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മുടെ ഫോണായിട്ട് പെയർ ആയിട്ടുണ്ടാവും. നമുക്ക് ബാൻഡിൽ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമേ തന്നെ എനിക്ക് ഫീൽ ആവുന്നത് ഇതിൻ്റെ സ്മൂത്ത്നെസ്സാണ്. സ്ക്രോൾ ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ ഫോണിൽ സ്ക്രോൾ ചെയ്യുന്ന പോലെ തന്നെ ശരിക്കും പോകുന്നുണ്ട്. ശരിക്കും ഒരു ഫോൺ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. നേരത്തെ Mi Band 4 നമുക്ക് ഓരോന്നോരോന്നേ സ്ക്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്തിപ്പോൾ നമുക്ക് എല്ലാം കൂടി ലൈക്ക് ഒരു മെനു തന്നെ 3 എണ്ണമൊക്കെ കാണാൻ പറ്റും, അല്ലെങ്കിൽ 2 എണ്ണം, 2 ഐക്കൺസ് ഒരു മെനുവിൽ കാണാൻ പറ്റും. അപ്പോൾ അത് നല്ല അടിപൊളി ഫീച്ചറാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുൾ സ്ക്രീനാണ് ഇപ്പോൾ വന്നേക്കുന്നത്. സൈഡിട്ട് സ്വൈപ്പ് ചെയ്ത് നമുക്ക് വെതറൊക്കെ കാണാൻ പറ്റും. ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് നമ്മുടെ മ്യൂസിക് പ്ലെയറാണ്. ബാക്ക് പോകണമെങ്കിൽ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യാം. അപ്പോൾ ഇത് ബാക്ക് പോകും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ നാവിഗേഷൻസ്. പിന്നെ അത് സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ നടന്ന കാര്യം, ഡിസ്റ്റൻസും കാലറി ബേൺ ചെയ്തും ഓരോ ദിവസത്തെയും കാണിക്കും. പിന്നെ നമുക്ക് PA ഉണ്ട്, അത് ഒരു അസിസ്റ്റൻ്റ് പോലെയാണ് നമ്മുടെ ഓരോ ഹെൽത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയുള്ളത്. പിന്നെ ഹാർട്ട് റേറ്റ് സെൻസർ ഉണ്ട്, അതുപോലെ തന്നെ SpO2 സെൻസർ ഉണ്ട്. നോട്ടിഫിക്കേഷൻസ് കാണാൻ പറ്റും. വർക്കൗട്ട് ഉണ്ട്. വർക്കൗട്ടിൽ തന്നെ നമുക്ക് കുറേ വർക്കൗട്ട് മോഡ്സ് ഉണ്ട്. ഏകദേശം 20 വർക്കൗട്ട്സ് മോഡ്സ് ഉണ്ട് ഇതിനകത്ത്. സ്ട്രീറ്റ് ഡാൻസ്, കിക്ക് ബോക്സിങ്, അങ്ങനെ പലതും ഉണ്ട്. പിന്നെ വർക്കൗട്ട് ഹിസ്റ്ററി ഉണ്ട് നമ്മുടെ കയ്യിൽ.
സ്ട്രെസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ പറ്റും. ഓരോ ഇവൻറ്റ്സ് ഇതിനകത്തുണ്ട്. നമ്മുടെ കലണ്ടറിലുള്ള ഇവൻറ്റ്സ് ഒക്കെ ഇതിനകത്ത് കാണാം. പിന്നെ അലാം സെറ്റ് ചെയ്യാം, വെതർ കാണാൻ പറ്റും, മ്യൂസിക് കൺട്രോൾ ഉണ്ട്, വേൾഡ് ക്ലോക്ക് ഉണ്ട്, പല രാജ്യത്തെയും ക്ലോക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിൽ നമുക്ക് പാനലിൻ്റെ ഡിസ്പ്ലേ മാറ്റാൻ പറ്റും. പല ടൈപ്പ് ഡിസ്പ്ലേ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ നിന്ന് നമുക്ക് ഡിസ്പ്ലേ മാറ്റാൻ പറ്റും. നമുക്ക് കസ്റ്റം ഡിസ്പ്ലേ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്യാം. പുറത്ത് ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് വേണ്ടി നമുക്ക് ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലോക്ക് സ്ക്രീൻ, പിന്നെ സ്ക്രീൻ വേക്കപ്പ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഡിറ്റക്ട് ആക്ടിവിറ്റി, ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവിറ്റി ഡിറ്റക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. റീബോട്ട്, ഫാക്ടറി റീസെറ്റ്, പിന്നെ എബോട്ട്, റെഗുലേറ്റർ, അതൊക്കെ ഉണ്ട്. പിന്നെ മോറിൽ നമുക്ക് ക്യാമറ, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, ഫൈൻഡ് ഡിവൈസ്, സൈലൻറ്റ്, നമുക്ക് ഇതിനകത്ത് നിന്ന് സൈലൻ്റ് ആക്കാൻ പറ്റും നമ്മുടെ ഡിവൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാച്ചിൻ്റെ ഓവറോൾ ഒരു ഫീച്ചേഴ്സ്. അപ്പോൾ ഇതിനകത്തെ മെയിൻ ആകർഷണം ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ ആണ്, ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. പിന്നെ അതുപോലെ തന്നെ SPO2 സെൻസറും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നവരെങ്കിലും ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ എല്ലാവരും കാണുന്നവരെ ബൈ.